നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ പറ്റിയ 3 ഫീച്ചറുകൾ നമ്മുടെ വാട്സപ്പിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അത് ഏതാണെന്നാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇങ്ങനെ മെസ്സേജുകൾ അയക്കും, അതിന് യാതൊരുവിധ റീപ്ലൈയും ലഭിക്കുന്നില്ലെങ്കിൽ നമ്മളെ അവർ പെർമനൻ്റായി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണ് വിശദമായി ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതിനു മുമ്പ് എൻ്റെ കൂട്ടുകാരെ, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് ലൈക്കും ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ വാട്സപ്പിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പിലുള്ള ഫ്രണ്ട്സിൻ്റെ എല്ലാ പ്രൊഫൈലുകളും അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അവിടെ 2 ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുകൂടാതെ വേറെ രീതിയിൽ കൂടി ചെക്ക് ചെയ്യാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ അയച്ചു കൊടുത്ത ആ പ്രൊഫൈൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം വാട്സപ്പിൽ നേരെ മുകളിലായി 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 4 ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഇൻഫോ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ അപ്പോൾ 2 ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. സീൻ, ഡെലിവറിഡ് എന്നീ 2 ഓപ്ഷനുകളാണ്. അയച്ചു കൊടുത്ത ആ ഗുഡ് മോർണിംഗ് മെസ്സേജ് നിങ്ങളുടെ ഫ്രണ്ട് എടുത്ത് കണ്ടു എന്നാണ് ഈ കാര്യം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ഫീച്ചർ കൂടെ പരിചയപ്പെടുത്താം. അത് നിങ്ങളുടെ ഫ്രണ്ടോ ബന്ധുക്കളോ ആരുമായിക്കോട്ടെ പെർമനന്റ് ആയി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഫീച്ചറാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. വാട്സപ്പിന്റെ ഐക്കൺ കാണും, നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ രാജേഷ് കോട്ടയം എന്ന് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഗ്രൂപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നു. അതിനുശേഷം ആ 3 ഡോട്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. അവിടെ ഗ്രൂപ്പ് ഇൻഫോ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ കാണും. അവിടെ ആഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കോണ്ടാക്റ്റിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം നിങ്ങൾക്ക് നേരെ താഴെ കാണാൻ സാധിക്കുന്നതാണ്. എന്നെ ഹൈഡ് ചെയ്തയാളെ കണ്ടുപിടിക്കാനായി അല്ലെങ്കിൽ ഒരുപാട് താഴോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവിടെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത ഉടനെ അതവിടെ വന്നിട്ടുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ആളുടെ നെയിം അവിടെ വന്നു. ഞാൻ ആ നെയിമിൻ്റെ സ്ഥാനത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. എനിക്ക് എൻ്റെ ഗ്രൂപ്പിലേക്ക് ആളെ ആഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം അയാൾ നമ്മളെ പൂർണ്ണമായും ഹൈഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ്. നിങ്ങളെയും ഇങ്ങനെ ആരെങ്കിലും ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. പിന്നെ അവർക്ക് വെറുതെ മെസ്സേജുകൾ വിട്ട് നമ്മൾ മെനക്കെടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമായ വീഡിയോകളുമായി ഇനിയും വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.